പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ്, ചുവടുപിഴച്ച ഭരണാധികാരി, ഈ രണ്ട് കുറ്റാരോപണങ്ങളിൽ നിന്നും മോചനമില്ലാത്തയാളാണ് പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ. രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റിയെന്ന് ആര് കുറ്റപ്പെടുത്തിയാലും സുതാര്യമായിരുന്നു ബുദ്ധദേവിന്റെ വ്യക്തിജീവിതം. ഒറ്റമുറി ഫ്ളാറ്റിലാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി ബുദ്ധദേവ് ജീവിക്കുന്നത്. ജ്യോതി ബസുവിന്റെ ഈ അന്ത്യയാത്രയിലാണ് ബുദ്ധദേവിന്റെ സർവ്വസ്വതന്ത്രമായ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത്. 3 പതിറ്റാണ്ട് എന്ന ബസുവിന്റെ തണലിൽ നിന്ന് ബുദ്ധദേവിന്റെ നിഴലിലേക്ക് ബംഗാൾ CPIM മാറിയ നിമിഷം. 1966 പാർട്ടി അംഗത്വം, 1968 DYF സംസ്ഥാന സെക്രട്ടറി, പിന്നീട് DYFI ആയപ്പോഴും 1981 വരെ 13 വർഷം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ, 1977 ആദ്യമായി MLA, പിന്നെ ദീർഘകാലം മന്ത്രി, 2002 പോളിറ്റ് ബ്യൂറോയിൽ. CPIMന്റെ ഏറ്റവും പ്രതിഭാധരനായ നേതാവ് എന്നായിരുന്നു അതുവരെ ബുദ്ധദേവിനുള്ള വിശേഷണം. അത് മാറാൻ ഏറെക്കാലം വേണ്ടി വന്നില്ല. 2006 കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സിറ്റിക്കായി സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തത് ആദ്യ വിവാദം. ബുദ്ധദേവിന് വീഴ്ച പറ്റി എന്ന് ഹൈക്കോടതി വരെ കണ്ടെത്തിയ സംഭവമാണ്. പിന്നാലെ സിംഗൂരിൽ ടാറ്റയുടെ നാനോ പ്ലാന്റിനായി സ്ഥലമേറ്റെടുക്കാനുള്ള ചടുല നീക്കങ്ങൾ. സാധാരണക്കാരുടെ ഭാഗം കേൾക്കാതെ മുതലാളിമാർക്കൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി എന്ന വലിയ പഴി, അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. 24 വർഷം ജയിച്ച യാദവ്പൂരിൽ സ്വന്തം ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളോട് തോറ്റ് പടിയിറക്കം, പിന്നെ ചെറിയ ഫ്ളാറ്റിലേക്ക്. ശേഷം പുസ്തകങ്ങൾ കൂട്ടിയിട്ട മുറിയിലിരുന്ന് 13 പുസ്തകങ്ങൾ എഴുതി ഈ പഴയ ബംഗാളി സാഹിത്യ ബിരുദധാരി. പ്രമേഹം കടുത്ത് കാഴ്ച കുറഞ്ഞപ്പോഴും മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് എഴുത്തും വായനയും. 2015 PBയിൽ നിന്ന് പുറത്ത്, 2018 സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും. സർവപ്രതാപത്തിൽ വാണ പാർട്ടിയുടെ കഥ കഴിച്ചയാൾ എന്ന ദുഷ്പേര് ഇപ്പോഴും ചിലരെങ്കിലും ഉയർത്താറുണ്ട് ബുദ്ധദേവിനെതിരെ. লড়তে তো হবেই, এ লড়াই লড়তে হবে, এ লড়াই জিততে হবে। আমি বলবো লড়তে হবে, আপনারা সবাই বলবেন জিততে হবে। ইলেকশন ডেস্ক 24।